റേറ്റിംഗ് എവറിത്തിങ് ഇങ്ങനെ മുഴമ്പാറയിൽ കൊണ്ടുവന്നിടണമെന്നും ഒക്കെ എൻ്റെ സ്വത്തും വകകളൊക്കെ തട്ടാൻ വലിയ വലിയ ഉദ്ദേശങ്ങൾ, ഈ ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ ഇങ്ങനെ ഭീഷണികളെല്ലാം എഴുതണമല്ലോ. നമ്മുടെ ഭീഷണികളെല്ലാം സോമരാജൻ പറയുന്ന ഭീഷണികളും പിന്നെ വ്യഭിചാരി എന്ന് വിളിക്കുന്നത്, നമ്മളിവരെ ഇതൊന്നും വിളിക്കാൻ പോകാറില്ല. വ്യഭിചാരിന്നോ ഒന്നും നമ്മൾ വിളിക്കുക. നമ്മളാകെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട, ഇത്രയേ പറയുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞാൻ എൻ്റെ കാര്യമാണ് നോക്കുന്നത്, എൻ്റെ വീട്ടിലെ കാര്യമാണ് നോക്കുന്നത്. ഇവർ നമ്മുടെ വീട്ടിലെ കാര്യം നോക്കേണ്ട യാതൊരു കാര്യം. പിന്നെ എൻ്റെ പാർട്ട്ണറായ അഡ്വക്കേറ്റ് മുകേഷ് കുമാർ വകവരുത്തുമെന്നും പിന്നെ ഞങ്ങളെ കൊന്നുകളയുമെന്നും പിന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങ് വരട്ടെന്നും, അതായത് എന്തൊക്കെയോ ഇവരാണോ തീരുമാനിക്കുന്നത്? അതുപോലെ എനിക്കൊന്നും അറിയണ്ടേ നമ്മുടെ പാർട്ട്ണറിനെ ആരാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ. ഇവരാണോ, നാട്ടുകാരാണോ നമ്മുടെ പാർട്ട്ണറിനെ തീരുമാനിക്കുക? അപ്പോൾ ഇതൊക്കെ പോലീസിന് പറഞ്ഞു ഇരിക്കണമല്ലോ. ഇവർക്ക് എന്തോ അവകാശം എൻ്റെ പാർട്ട്ണറിനെയൊക്കെ തീരുമാനിക്കും? എന്ത് ഉദ്ദേശമാണ് ഇവർക്ക്? ഇവരുടെ വീട്ടിലെ മോഹൻ സിംഗിൻ്റെയോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പാർട്ട്ണറിനെ നമ്മൾ തീരുമാനിക്കാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അവകാശമുണ്ടോ? പിന്നെ ഇവരൊക്കെ ആരാണ് നമ്മുടെ കാര്യം തീരുമാനിക്കുക? ആരാണ്? എൻ്റെ അമ്മയ്ക്ക് പോലും ഇല്ല എൻ്റെ പാർട്ട്ണറിനെ തീരുമാനിക്കുക. അപ്പോൾ ഇതായസ് പണിക്കർ ആരാണ്? രാജമ്മയൊക്കെ ആരാണ് എൻ്റെ പാർട്ട്ണറിനെയൊക്കെ തീരുമാനിക്കാൻ? ഇവരൊക്കെ ആരാണ്? ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? നിങ്ങൾക്ക് ഇതൊക്കെ അറിയത്തില്ലേ ഇന്ത്യൻ നിയമങ്ങളൊക്കെ? പല പല ഭീഷണികളാണ് ഇതൊക്കെ. ഇവർക്ക് അങ്ങനെ ഒത്തിരി ഭീഷണികളൊക്കെ ഉണ്ട്. നമ്മളെ പല രീതിയിൽ നമ്മളെ വെച്ച് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുക. ഇവരൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യാൻ? നമ്മൾ ഇവരോടൊന്നും ഇത് പോകും. അവർ വഴിയെ കൂടെ പോകുന്നെങ്കിൽ അവർ വഴിയെ പോട്ടെ, നമ്മളെക്കുറിച്ച് കഥ ഉണ്ടാക്കണ്ട. ഇങ്ങോട്ട് ആരും വഴിയെ കൂടെ പോയാലും അവരുടെ വീട്ടിൽ പണിക്ക് വന്നാൽ ഇവിടെ ആരും വരത്തില്ല. മനസ്സിലായില്ലേ? ഇവിടെ പണിക്ക് ഇതെല്ലാം ഇതാണ് വഴി. അവൻ്റെ ഈ ഞങ്ങൾക്ക് ഇതുണ്ട്, ഫെൻസിങ് ഉണ്ട്, അതിനപ്പുറത്താണ് വഴി, നിങ്ങൾക്ക് കാണാം. ആ വഴിയുടെ അപ്പുറത്തൂടെ അവൻ്റെ വീട്ടിലോട്ട് ആൾ പോയാൽ ഞങ്ങളുടെ വീട്ടിൽ വരുമോ? അതെന്തൊരു അതാ മാജിക്കാണോ? ഇവരുടെ മാജിക്കൊന്നും ഇവിടെ വേണ്ട. കണ്ടില്ലേ, നമ്മൾ കെട്ടിപ്പൂട്ടിയെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എടുത്തിട്ട് തന്നെ നാളുകളായി. ഈ ലോക്ക് കണ്ടാലറിയാം. മനസ്സിലായില്ലേ? നമ്മളിത് തുറക്കാറേ ഇല്ല. ഈ ഭാഗം നമ്മുടെ ഇതാ തുറക്കുന്നത്. നമ്മുടെ തെക്കോട്ടാണ് ദർശനം. ഇത് സൗത്തിലോട്ടാണ് ഈ വീട്. അപ്പം സൗത്തിലോട്ടാണ് നമ്മുടെ ദർശനം. നമ്മളിവിടെയാണ്. അത് അങ്ങോട്ടങ്ങും ആരെയും തുറക്കേണ്ട, നമുക്ക് പോകേണ്ടയും കാര്യമില്ല. എപ്പോഴും ഇതാണ് കാണിക്കുന്നത്. ഇങ്ങനെ അങ്ങ് കഥകളുണ്ടാക്കുക. കണ്ടവരുടെ വീട്ടിൽ പണിക്ക് വന്നാൽ നമ്മുടെ വീട്ടിലാവും. കണ്ടില്ല, ഇതാണ് വഴി. അവൻ വഴിയെ കൂടി ഇങ്ങനെ പോകുന്നെങ്കിൽ അവൻ വഴിയെ കൂടെ പോകും. അതുപോലെ നമ്മുടെ ഇത് വലിച്ചു കീറും. അവൻ വേലി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ച് കിടക്കുവാണെന്നൊക്കെ വരുത്താനോ എന്തൊക്കെയോ. അതൊക്കെ അവൻ്റെ രോഗങ്ങൾക്ക് അവൻ ഇതേലും തൊട്ട് നോക്കണം, അന്നേരം അറിയാം അവൻ പിന്നെ ജയിലിൽ കിടക്കും. ഇതേലും തൊട്ട് നോക്കട്ടെ. ഇവൻ്റെ വീട്ടിൽ കയറി നമ്മൾ വല്ലതും അടിക്കാൻ പോകുന്നത്? ഇവൻ്റെ വഴിയെ കൂടെ നടക്കുന്നതിന് നമ്മുടെ ഇതേ പിടിക്കേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല. അവൻ്റെ കാര്യം നോക്കിയാൽ മതി. നമ്മുടെ ഗേറ്റ് ഇപ്പോഴും പൂട്ടി കിടക്കുക. കണ്ടാൽ അറിയാം. കണ്ടില്ലേ? ഒരവനെ ഇവിടെ ഒന്നും കയറ്റത്തില്ല ഞങ്ങൾ. ഒരവനെ ഇവിടെ കയറ്റാറില്ല. നമുക്ക് ഇവിടെ കൂടെ എല്ലാം നടക്കാനുള്ള അവകാശമുണ്ട്. ഞാനിവിടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ഇത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത് 9 സെൻറ്റ് സ്ഥലം, ഇതിൻ്റെ പുറയിലാണ് 17 സെൻറ്റ് സ്ഥലവും കൂടെ എനിക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ നടക്കും. അപ്പോഴത്തേനും നമ്മളിവിടെ പോകുമ്പോൾ ഇതൊരു കട്ടായി നമ്മൾ എവിടെങ്ങാണ്ട് പോയോ? നമ്മുടെ സ്ഥലത്താണ് നമ്മൾ നടക്കുന്നത്. ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട് എനിക്ക്. ഒന്നുമില്ല. എന്തുവാമേ? അവരുടെ കല്ല് കെട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. കല്ല് കെട്ടുക. ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നടക്കും. മനസ്സിലായില്ലേ? നമ്മൾ കണ്ടവരുടെ ഒന്നും എടുക്കാൻ പോകുന്നില്ല. നമ്മുടേതിനകത്ത് ഇത് നമ്മുടെ ഈ കല്ല് വെച്ചിരിക്കുന്നത് ഇങ്ങനെ. ഇന്നലെ ഇവിടെ മഴ പെയ്തു. അപ്പം ഇങ്ങനെ കണ്ടില്ലേ? ഇങ്ങനെ കല്ല് നമ്മുടെ ബൗണ്ടറിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ബൗണ്ടറിക്ക് ഇങ്ങനെ കല്ല് ഇട്ടിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട് നമ്മുടേത്. അവരുടെ വീട്ടിലാണ് പണിക്കാർ. നമ്മുടെ ഇങ്ങനെ പണിക്കാർ അവിടെ ഇവിടെ വന്നാൽ നമ്മുടെ വീട്ടിൽ വല്ലവരും വരുമോ? ഇല്ല. മനസ്സിലായില്ലേ?
ഇങ്ങനെയാണ്. ഓക്കെ, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളൊന്നും ഉണ്ടാക്കണ്ട. അവനവൻ്റെ കാര്യം, വീട്ടിലെ കാര്യം നോക്കിയത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യമാണ് നോക്കുന്നത്. ഇവന്മാരൊന്നും നമ്മളെ നമ്മൾ അവൻ വഴിയെ പോകുന്നുണ്ടെങ്കിൽ അവൻ വഴിയെ പോയാൽ മതി. അല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നെന്നും ആണുങ്ങൾ വരുന്നെന്നും ഒന്നും കഥകളുണ്ടാക്കണ്ട. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ വീട്ടിലോട്ട് ആണുങ്ങൾ വരുന്നെന്നൊന്നും കഥയുണ്ടാക്കണ്ട. മനസ്സിലായില്ലേ? നമ്മൾ ആരെക്കുറിച്ചും കഥകളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ മാനമര്യാദയ്ക്ക് ഇരിക്കുക. നിനക്ക് എന്തിനാണ് നമ്മളെക്കുറിച്ച് കഥ ഉണ്ടാക്കുന്നത്? അതിനെക്കുറിച്ച് എന്താ കഥ? എൻ്റെ പാർട്ട്ണറിനെ തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് മുക്കും ഗുജർ എന്ന് പറയുന്ന പാർട്ട്ണറുണ്ട്, മുകേഷ് കുമാർ അഡ്വക്കേറ്റ്. അല്ലാതെ കണ്ടവനെയൊന്നും ഇതാക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇവരൊന്നും ഡിസൈഡ് ചെയ്യണ്ട നമ്മുടെ പാർട്ട്ണറിനെ ഒന്നും. നമ്മുടെ വീട്ടിലെ കാര്യമാണ് നോക്കുന്നത്. എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വന്നാൽ കാണിച്ചു തരാം. ഇങ്ങനെ വന്നാലേ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോയി ഫ്രണ്ടിൽ കൂടെ വരാൻ പറ്റും. ഇവിടെ എന്താ അമ്മേ വരുക? ഇതിലെല്ലാം ഇങ്ങനെ നടക്കാൻ പറ്റും. ഇങ്ങനെ നടന്ന് ഇവിടെ കണ്ടവനൊന്നും വരുന്നില്ല. കണ്ടോ? വല്ലവരെയും കണ്ടോ? എല്ലാ ആണുങ്ങളെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയാണ്. അവർ കെട്ടുന്നവരും പണിക്കാരും ഒക്കെയാണ്. നമ്മുടെ വീട്ടിലെങ്ങും ആരും വന്നിട്ടില്ല. ഇന്ന് സമയമെന്ന് പറയുന്നത് ഇപ്പം 9:58. നമ്മൾ ആരെയും ഒന്നും പറയാൻ പോകുന്നില്ല. നീ വ്യഭിചാരിന്ന് വിളിക്കാൻ പോകുന്നില്ല, ഒന്നും വിളിക്കാൻ പോകുന്നില്ല. നമ്മളെ അങ്ങ് വിളിച്ചോളൂ വ്യഭിചാരി, മറ്റേത് മറിച്ചേത്. അങ്ങനെ എന്തിനാ നമ്മൾ വേണ്ട എല്ലാം പൂട്ടിയിട്ടിരിക്കുക. കാണിച്ചു തരാം. വേണ്ടാണ്ടിരിക്കുക, എല്ലാം പൂട്ടി വെച്ചിരിക്കുക. ഒരവനും ഇങ്ങോട്ട് വരത്തില്ല. ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് ഇത് SNDP ബിൽഡിങ് കണ്ടത്. കണ്ടോ? കൊടി പറക്കുന്ന കണ്ടില്ലേ? ഇതൊന്നും നമ്മളാരെയും ഇതാക്കുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു. അവർക്ക് അവരുടെ സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിൽ എന്തോന്ന് വെച്ചാൽ ചെയ്യുക. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇതെനിക്ക് ഇതെൻ്റെ അച്ഛൻ്റെ ഇതാണ്, അച്ഛൻ്റെ വീടായിരുന്നു. അപ്പം അത് കിട്ടി എൻ്റെ അച്ഛനിൽ കൂടെ അച്ഛൻ അത് പ്രീതായസ് പണിക്കറിനുള്ള പ്രോപ്പർട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ടതെല്ലാം ഇത് എന്നെക്കാട്ടി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ 7 14 സെൻറ്റ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇതൊന്നും ഇങ്ങോട്ട് ഒന്നും ഇതാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. ഇവളുടെ വസ്തു എന്ത് ചെയ്യുന്നത്, ഇവളുടെ വക എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്തിനു ഒന്നും തിരക്കാൻ പോകുന്നില്ല. നമ്മുടെ കാര്യം ഇവരൊന്നും തിരക്കണ്ട. അത്രയേ ഉള്ളൂ. എളുപ്പമായാലും എൻ്റെ അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തോ അമ്മയെ ആ ഒത്തിരി ഉണ്ട് ഇതല്ലയോ? മെഴുക്കുവരട്ടി വെച്ച് വെക്കാമല്ലോ. നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു. ഇനി ഉണ്ടോ അമ്മേ? എന്ത് കഴിഞ്ഞ് അതങ്ങോട്ട് അടച്ചേര്, കുറ്റിയിട്ട് ഞാൻ അടച്ചേക്കാന്ന്. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വിജയകരമായി തെളിയിച്ച